പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാത സമയത്തിനായി വീണ്ടും ഞാൻ നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. സന്തോഷമുള്ള ഹൃദയത്തോടെ നമ്മുടെ ദൈവത്തെ സ്തുതിപ്പാൻ ദൈവം ഇടയാക്കിയത് ഓർത്ത് നമുക്ക് നന്ദിയോടെ കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഒരു വചനം ഞാൻ വായിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 32-ാമത്തെ വചനം. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നുവല്ലോ. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നല്ലോ. നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്നവനായ ഒരു ദൈവത്തെക്കുറിച്ചാണ് ഇന്ന് പകൽവേളയിൽ എനിക്ക് നിങ്ങളോട് പറയുവാൻ. പലപ്പോഴും മാനുഷികമായ നിലയിൽ നമുക്ക് ഒരുപാട് ആവശ്യങ്ങളുള്ളവരാണ്. വ്യക്തിപരമായി കുടുംബപരമായി ഒക്കെ നമ്മൾ ഒരുപാട് ആവശ്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്, ആഗ്രഹങ്ങൾ നമുക്കുണ്ട്. പക്ഷെ നമ്മുടെ ആവശ്യങ്ങളൊക്കെ സാധിച്ചു തരുവാൻ, സാധ്യമാക്കി നൽകുവാൻ മറ്റുള്ളവർക്ക് ഒരുപാട് പരിമിതികളുണ്ട്. മാതാപിതാക്കന്മാർക്ക് മക്കളുടെ എല്ലാ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നടത്തി കൊടുക്കുവാൻ പലപ്പോഴും കഴിയാറില്ല. അങ്ങനെ ഏതൊക്കെ മേഖലകൾ നോക്കിയാലും ഓരോ മനുഷ്യൻ്റെയും ആവശ്യങ്ങൾ അനുസരിച്ച് അവൻ്റെ ആവശ്യത്തിനനുസരിച്ച് കൊടുക്കുവാൻ പലപ്പോഴും കഴിയുകയില്ല. എന്നാൽ ഇവിടെ സ്വർഗസ്ഥനായ പിതാവിനെ കുറിച്ച് പറയുന്നു, നിങ്ങളുടെ ആവശ്യമെന്ന് അറിയുന്നു. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നു. എന്തൊക്കെയാണ് നമുക്ക് ആവശ്യമെന്ന് നാം പറയാതെ തന്നെ അറിയുന്നവനായ ഒരു ദൈവത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നമ്മൾ പറയാതെ തന്നെ ദൈവത്തിന് നമ്മുടെ ആവശ്യങ്ങൾ അറിയാം. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള ഒരാളിനെ നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? നമ്മൾ പറയാതെ തന്നെ നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന ദൈവം, നമ്മൾ പറയാതെ തന്നെ നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ അറിയുന്നവനായ ദൈവം, നാം പറയാതെ തന്നെ നമ്മുടെ ഹൃദയത്തിനകത്ത് നാം ഒതുക്കിക്കൊണ്ട് നടക്കുന്ന ചില വിഷമങ്ങളെ അറിയുന്നവനായ ദൈവം. സ്തോത്രം. വെളിപ്പാട് പുസ്തകത്തിൽ ഫിലദൽഫിയ സഭയോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ അവിടെ ഒരു ദൂത് ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ നിന്നെ അറിയുന്ന ദൈവമാണ്. നമ്മുടെ ആവശ്യങ്ങൾ എന്തെന്ന് അറിയുന്നവനായ ദൈവം. ഇന്ന് പകൽവേളയിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണെന്ന് അറിയുന്ന ഒരാളാണ് കർത്താവായ യേശു ക്രിസ്തു. ഈ വചനം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരുപാട് ആവശ്യങ്ങളുണ്ട്. നിങ്ങളുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ, നിങ്ങളുടെ കുടുംബത്തിന്റെ ആവശ്യങ്ങൾ, നിങ്ങളുടെ മക്കളുടെ ആവശ്യങ്ങൾ, നിങ്ങളുടെ ബിസിനസിന്റെ ആവശ്യങ്ങൾ, നിങ്ങളുടെ ശുശ്രൂഷയുടെ ആവശ്യങ്ങൾ, നിങ്ങളുടെ ഭവനത്തിന്റെ ആവശ്യങ്ങൾ, ഇങ്ങനെ ഒരുപാട് ആവശ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം. എന്നാൽ ആ സകല ആവശ്യങ്ങളെയും അറിയുന്നവനായ ഒരു ദൈവത്തെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇന്ന് പകൽവേളയിൽ കർത്താവ് എന്നെ ഏൽപ്പിച്ച വചനം ഇതാണ്: നിങ്ങളുടെ ആവശ്യങ്ങൾ അറിയുന്ന ദൈവത്തിന്റെ സന്നദ്ധയിൽ നിങ്ങൾ മുട്ടുമടക്കി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ആവശ്യങ്ങളിൽ മേൽ ദൈവം പരിഹാരം നൽകുന്ന ദൈവമാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങളെ നിറവേറ്റി നൽകുന്ന ദൈവം. ഇന്ന് പകൽവേളയിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് പറ. നിങ്ങളുടെ ആഗ്രഹങ്ങളെ സ്തോത്രത്തോടെ ദൈവത്തോട് പറ. നിങ്ങൾ അനുഭവിക്കുന്ന വേദനകളെ നിങ്ങൾ ദൈവത്തോട് പറ. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങളെ നിങ്ങൾ ഒന്നുകൂടെ ശക്തമായി ദൈവത്തോട് പറ. നിങ്ങളുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നിറവേറ്റി തരുവാൻ, ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അപ്പുറമായി നിങ്ങളുടെ ആഗ്രഹങ്ങളെ നിറവേറ്റി നൽകുവാൻ, നിങ്ങളുടെ ആവശ്യങ്ങളെ നിറവേറ്റി നൽകുവാൻ, നിങ്ങളുടെ പ്ലാനുകളെ നിറവേറ്റി നൽകുവാൻ ദൈവം വിശ്വസ്തനാണ്. പ്രിയപ്പെട്ടവരെ, മാനുഷികമായ കരങ്ങളെക്കാൾ അപ്പുറമായി, ബന്ധങ്ങളെക്കാൾ അധികമായി എന്നെ നിങ്ങളെയും ഉള്ളതുപോലെ അറിയുന്ന, നമ്മുടെ ഹൃദയത്തിന്റെ അവസ്ഥകളെ അറിയുന്ന, നമ്മുടെ കുടുംബത്തിന്റെ അവസ്ഥകളെ അറിയുന്ന, നിന്റെ ഇല്ലായ്മകളെ അറിയുന്ന, നിന്റെ ശൂന്യതകളെ അറിയുന്ന, നിന്റെ തളർച്ചകളും തകർച്ചകളും അറിയുന്ന കർത്താവ് ഇന്ന് പകൽക്കാല സ്നേഹത്തോടെ പറയുന്നു, ഞാൻ നിന്റെ ആവശ്യങ്ങൾ അറിയുന്ന ദൈവമാണ്. ആരോടും പറയുവാൻ കഴിയാതെ വണ്ണം ഉള്ളിൽ ഒതുക്കി വെച്ചുകൊണ്ട് നീ കരയുന്ന നിന്റെ ആവശ്യങ്ങൾ, ആരോടും പറയുവാൻ കഴിയാതെ വണ്ണം നിന്റെ മുറിയിൽ കയറി നീ വാതിലടച്ച് നീ പൊട്ടിക്കരയുന്ന നിന്റെ ആവശ്യങ്ങളെ ദൈവം അറിയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നിന്റെ ഹൃദയത്തിന്റെ വേദന, നിന്റെ ഇല്ലായ്മ, നിന്റെ എല്ലാ പ്രതികൂലമായ സാഹചര്യങ്ങളെയും ദൈവം അറിയുന്നുണ്ട്. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം നമ്മെ ഉള്ളതുപോലെ അറിയുന്ന ഈ ദൈവത്തിന്റെ സന്നദ്ധയിൽ ഒന്ന് മുട്ടുമടക്കുവാൻ, നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് പറയുവാൻ നിങ്ങൾക്ക് കഴിയുമോ? അങ്ങനെയെങ്കിൽ ഇന്ന് പകൽവേള നിങ്ങൾക്ക് അനുഗ്രഹത്തിന്റെ പകൽക്കാലമായി തീരും. നിങ്ങളുടെ ആവശ്യങ്ങൾ അറിയുന്ന ഒരു ദൈവത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നതെങ്കിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവത്തോട് പറ. നിങ്ങളുടെ എന്തു വേദനയാണോ, നിങ്ങൾക്ക് നടക്കാത്ത കാര്യം എന്താണോ, അത് ദൈവത്തോട് പറ. നിങ്ങളുടെ ഇഷ്ടങ്ങളെ, നിങ്ങളുടെ ആ ആഗ്രഹങ്ങളെ എല്ലാം ദൈവത്തോട് പറ. ദൈവം തീർച്ചയായും
തീർച്ചയായിട്ടും അത് നടത്തി നൽകുന്ന ദൈവമാണ്. സ്തോത്രം. ആവശ്യങ്ങൾ അറിയുന്ന ആ കർത്താവിന്റെ പാദപീഠത്തില് ഇന്ന് പകൽക്കാലം നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ച് സ്തോത്രത്തോടെ നമുക്ക് ഒന്നൊന്നായി ദൈവത്തോട് നമുക്ക് പറയാം. ദൈവം നിങ്ങൾക്ക് മറുപടി നൽകും. ആകയാൽ ഇന്ന് പകൽ വേളയിൽ നിങ്ങളുടെ ഹൃദയം ധൈര്യപ്പെടട്ടെ. പ്രത്യാശയോടെ മുന്നേറുക. ആവശ്യങ്ങളെല്ലാം ദൈവത്തോട് പറ, മനുഷ്യരോട് പറയരുത്. നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ ദൈവത്തോട് പറ. സ്തോത്രം. ഒരു കൊച്ചു കുഞ്ഞ് കരയുന്നത് പോലെ നിങ്ങൾ മുറിക്കകത്ത് കയറിയിരുന്ന് നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ എഴുതി വെച്ച്, സ്തോത്രം, നിങ്ങളുടെ ആവശ്യങ്ങൾ എഴുതി വെച്ച് നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കും. സ്തോത്രം. ഞാൻ ചെയ്യുന്ന ഒരു രീതിയാണ്. എൻ്റെ ആവശ്യങ്ങളൊക്കെ ഞാനിങ്ങനെ പേപ്പറിനകത്ത് ഡയറിയിൽ എഴുതി വെക്കും. എഴുതി വെച്ചിട്ട് ഞാൻ അതിനുവേണ്ടി ഓരോ വിഷയങ്ങൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ദൈവത്തോട് ആവശ്യപ്പെട്ട് ഞാൻ പറയും. സ്തോത്രം. അത് ഞാൻ നിങ്ങളോട് പറയുക. നിങ്ങളുടെ ആവശ്യങ്ങൾ രഹസ്യത്തിൽ കാണുന്ന ദൈവത്തോട് നിങ്ങൾ പറ. നിങ്ങളൊരു പേപ്പർ എടുക്കുക. നിങ്ങളുടെ ആവശ്യങ്ങൾ 1, 2, 3, 4 എന്ന് പറഞ്ഞ് അക്കമിട്ട് നിങ്ങൾ എഴുതി വെച്ച് ഓരോന്നിന്റെ പേര് കൈവച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഇന്ന് പകൽക്കാല ദുർഘടങ്ങൾ മാറും, പ്രതികൂലങ്ങൾ മാറും, നിങ്ങളുടെ വേദനകൾ മാറും, നിങ്ങളുടെ ഒറ്റപ്പെടലുകൾ മാറും, നിങ്ങളുടെ സകല ശൂന്യതകളും മാറി നിറയപ്പെട്ട ഒരു അനുഭവത്തിലേക്ക് എത്തിക്കുവാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ്. ഈ ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുക. ഈ കർത്താവിനെ നിങ്ങൾ അറിയുക. ഈ വചനം നിങ്ങൾക്ക് ഒരു അനുഗ്രഹമാകട്ടെ എന്ന് ഞാൻ ഓർപ്പിക്കുന്നു, ആശംസിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ വചനം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ നിങ്ങളത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നും രാവിലെ നിങ്ങൾക്ക് ഇതുപോലെയുള്ള നിങ്ങൾക്ക് പ്രയോജനം നൽകുന്ന അനുഗ്രഹിക്കപ്പെട്ട വചനം നിങ്ങൾക്ക് കേൾക്കുവാൻ കഴിയും. കർത്താവ് ഈ വചനങ്ങളാൽ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.